അപ്പോൾ T20 വേൾഡ് കപ്പിലെ ഫസ്റ്റ് മത്സരം ഇന്ത്യയും USA-യും തമ്മിൽ നടന്നു. അപ്പോൾ ഇന്ത്യ വിജയിച്ചു. പക്ഷേ നല്ലൊരു വിജയം കാഴ്ചവെക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. കാരണം ഇന്ത്യയെ ബോളിങ്ങിൽ അവർ നന്നായി തന്നെ വരിഞ്ഞു മുറുക്കിയിരുന്നു. USA-ക്കെതിരെ നല്ലൊരു ടോട്ടലാണ് എല്ലാവരും തന്നെ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇന്ത്യക്ക് അത്രയധികം ബാറ്റിങ്ങിൽ ഫോം കണ്ടെത്താൻ സാധിച്ചില്ല. ആകെ സൂര്യകുമാർ യാദവ് മാത്രമാണ് 84 റൺസ് എടുത്ത് ഫോം കണ്ടെത്തിയത്. ബാക്കി എല്ലാവരും തന്നെ നല്ല രീതിയിൽ റൺസ് എടുക്കാൻ ആർക്കും തന്നെ സാധിച്ചിരുന്നില്ല. അപ്പോൾ ഇന്ത്യയുടെ ഒരു ബാറ്റിംഗ് നില നോക്കുമ്പോൾ കൂടുതലും ഇടംകയ്യൻ ബാറ്റ്സ്മാൻമാരാണ് കൂടുതലുള്ളത്. അപ്പോൾ അതിൽ ഇന്നലെ എന്താണ് സംഭവിച്ചതെന്നറിയില്ല. അപ്പോൾ വലംകയ്യൻ ബാറ്റ്സ്മാനായ സൂര്യകുമാർ യാദവിനാണ് സ്കോർ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിന് പകരം റൈറ്റ് ഹാൻഡേഴ്സിനെയും കൂടി പരിഗണിക്കുന്നത് നന്നായിരിക്കും എന്ന ഒരു ഒപ്പീനിയനാണ് എനിക്കുള്ളത്. കാരണം സഞ്ജു സാംസൺ ഒരു ഇടംകയ്യൻ ബാറ്റ്സ്മാനാണ്. അപ്പോൾ സഞ്ജുവിന് ചില മത്സരങ്ങളിൽ ചാൻസ് കൊടുക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്.